ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഏപ്രിൽ 1, 2025 ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യം. അപ്പം നിങ്ങളിത് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി അറിയാൻ മേലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇത് ഒത്തിരി പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൺവിക്ഷനോട് കൂടി എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ പലപ്പോഴും ഗ്യാപ്പുകൾ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഗ്യാപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പുകൾ കൂടുതൽ ഫോം ചെയ്യുന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്ത് പിന്നെ പിറ്റേ ദിവസം 9:15 ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ ടൈം ഗ്യാപ്പിൽ നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ആ സമയത്ത് ഫങ്ഷനിങ് ആണ്. അപ്പം നമ്മുടെ മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്ത് പിറ്റേ ദിവസം 9:15 രാവിലെ ഓപ്പൺ ചെയ്തതിനിടയ്ക്ക് മാർക്കറ്റിൽ നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേനും ഒന്നെങ്കിൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് അല്ലാത്ത അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോഴത്തേനും ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം സാധാരണ കേസുകളിൽ ചിലപ്പം എന്നാണോ ഗ്യാപ്പ് ക്രിയേറ്റഡ് ആവുന്നത് അന്ന് തന്നെ ചിലപ്പം ആ ഗ്യാപ്പ് ഫിൽ ആവാറുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ചില കേസുകളിൽ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അന്നത്തെ ദിവസം ഓപ്പണിങ്ങിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാപ്പുകൾ ചിലപ്പം അന്നത്തെ ദിവസം തന്നെ ഫില്ല് ചെയ്യണം നിർബന്ധമില്ല. ചിലപ്പം അത് ഫില്ല് ആകുന്നത് ചിലപ്പം തൊട്ടടുത്ത ദിവസമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പം നമുക്ക് മാർക്കറ്റിന്റെ ആ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഗ്യാപ്പിന്റെ ഫില്ലിങ് നടക്കുന്നത്. ഇന്ന് സംഭവിച്ചൊരു കാര്യമാണ്. ഇപ്പം ഇന്നൊരു ഗ്യാപ്പ് ഫില്ലിങ്ങും മാർക്കറ്റിന് ഓപ്പണിങ്ങിൽ നടന്നു. അപ്പൊ നമുക്കറിയാം ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പൊ ഈ ഒരു നിഫ്റ്റിയുടെ ചാർട്ട് 1 hour ടൈം ഫ്രെയിമിലോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് 2025 മാർച്ച് 24 മൺഡേയില് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ ഇത് 1 hour ടൈം ഫ്രെയിമിലാണ്. അപ്പൊ കുറച്ചുകൂടെ വൃത്തിക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ 1 hourലോട്ട് മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസം ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഏകദേശം ആ ദിവസം ഒരു 87 പോയിന്റിന്റെ ഗ്യാപ്പ് ഇവിടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ തേഴ്സ്ഡേ 2025 മാർച്ച് 27 തേഴ്സ്ഡേയില് വീണ്ടും ആ ലെവലിൽ വന്ന് ഓപ്പൺ ചെയ്തു. അന്നത്തെ ദിവസം ഈ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യാതെ കിടക്കുവാണ്. അപ്പൊ അന്നത്തെ ദിവസം ഈ ഗ്യാപ്പുകൾ അവിടെ ആ ഒരു സപ്പോർട്ടായിട്ട് എടുത്ത് ഓപ്പണിങ്ങിൽ അത് സപ്പോർട്ടായിട്ട് എടുത്ത് അവിടെ നിന്ന് കയറിപ്പോയി. അപ്പം ഗ്യാപ്പുകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഗ്യാപ്പിന്റെ ബോർഡേഴ്സ് ഒരു സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യുന്ന ലെവലുകളാണ്. അപ്പം ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ, അതായത് ഇൻട്രാഡേയിൽ ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സെറ്റപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഗതി. അപ്പം ഈ ഗ്യാപ്പ് എങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാപ്പിന്റെ ബോർഡറിലാണ് കൃത്യം ഓപ്പൺ ചെയ്ത് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയി. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് ഈ ഒരു ഗ്യാപ്പിന്റെ ബോർഡർ സപ്പോർട്ടായിട്ട് ആ ദിവസം ആക്ട് ചെയ്തു. അതായത് അന്നത്തെ ദിവസവും, അതായത് മാർക്കറ്റ് മൺഡേയില് ക്രിയേറ്റ് ചെയ്തിരുന്ന ഗ്യാപ്പ് ചൊവ്വാഴ്ച ഫില്ലായിട്ടുള്ള ഗ്യാപ്പ്, അതിനുശേഷം ബുധനാഴ്ച ഫില്ലായിട്ടില്ല, അതിനുശേഷം പിന്നെ വ്യാഴാഴ്ചയും ഫില്ലായിട്ടില്ല, വെള്ളിയാഴ്ചയും ഫില്ലായിട്ടില്ല. അത് കഴിഞ്ഞ് ഈ ഗ്യാപ്പ് ഫില്ലായത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചൊവ്വാഴ്ച ദിവസം, ഏപ്രിൽ 1 ചൊവ്വാഴ്ച ദിവസം മാർക്കറ്റ് ഓപ്പണിങ്ങിൽ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട്, അതായത് ഈ ഗ്യാപ്പിന്റെ ബോർഡർ, അതായത് ഈ ഒരു ഗ്യാപ്പിന്റെ ബോർഡർ താഴെയായിട്ടും ഇതാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഞാനിവിടെ ഈ ഗ്യാപ്പ് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഗ്യാപ്പിന്റെ എക്സാക്ട്ലി ഈ ഒരു ഫില്ലിങ് നടന്നാണ് ഓപ്പണിംഗ്. ഇപ്പൊ ഞാനിപ്പോ ഇത് 5 മിനിറ്റോട് മാറ്റാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അതായത് മാർക്കറ്റ് ഇവിടെ സംഭവിച്ചത് എന്താണ്, മാർക്കറ്റ് ഓപ്പണിംഗിൽ സംഭവിച്ച കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഗ്യാപ്പിന്റെ ഫില്ല് ചെയ്യേണ്ട ഗ്യാപ്പിന്റെ ബോർഡർ ഇതാണ്.
അപ്പം മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് ഡൗണോട് കൂടി ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്തു. അതിനുശേഷം അതായത് ഇന്നിപ്പോ ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇപ്പൊ ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വിക്ക് ഉണ്ട്, ലോവർ വിക്ക് ഉണ്ട്. ആ ഒരു വിക്കോട് കൂടി ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ലായി. അപ്പം ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നപ്പോഴത്തേനും ഒരു ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാപ്പ് അപ്പൊ തന്നെ ഫില്ലായി. അതായത് ഇന്ന് ഇവിടെയായിരുന്നു തലേദിവസം ക്ലോസിങ്, ഇത് ക്ലോസിങ്. അപ്പം ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. ആ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് കഴിഞ്ഞ ഒരാഴ്ച മുന്നത്തെ ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുകയും ചെയ്തു. അത് കൂടാതെ ഇന്നത്തെ ദിവസം ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്യാപ്പിനും അവിടെ ഫില്ല് ചെയ്തു. അപ്പൊ 2 ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇന്ന് അവിടെ നടന്നിരിക്കുന്നത്. പാസ്റ്റിലെ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്തു, ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്യാപ്പിനെ ഫില്ല് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇപ്പം ഓപ്പണിങ്ങിൽ അപ്പൊ നമുക്ക് ഇവിടെയൊന്നും നമുക്ക് ഒരിക്കലും ഒരു ചാടിക്കറി എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കിവിടെ സമയം പോലും കിട്ടുന്നില്ല. അതായത് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു, അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് 5 മിനിറ്റിലാണ്, 5 മിനിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യും ഒരിക്കലും നമ്മളൊരു കോൾ ഓപ്ഷനോട് നമ്മൾ ഒരിക്കലും എൻ്റർ ചെയ്യരുത്. കാരണം നമ്മൾ ഒരു കോൾ ഓപ്ഷൻ മേടിക്കുമ്പോഴത്തേനും നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു പോക്കറ്റ് സ്റ്റോപ്പ് ലോസ്, അതായത് നമുക്ക് താങ്ങാൻ പറ്റുന്ന മാക്സിമം ഒരു 10 പോയിന്റ് നിഫ്റ്റിയിലാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്ന ഒരു ലെവൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്നിപ്പം ഓപ്പണിംഗിൽ ഗ്യാപ്പിനവിടെ ഫില്ല് ചെയ്തു, ഗ്യാപ്പ് ഫില്ല് ചെയ്തോടെ ഓപ്പണിംഗ് ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം PDL അവിടെ ചെന്ന് ചെറിയ റെസിസ്റ്റൻസ് വന്നു. അതിനുശേഷം വീണ്ടും PDL ബ്രേക്ക് ഔട്ട് ചെയ്ത് മേളിലോട്ട് പോയി. അതിനുശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇപ്പോഴും റിവേഴ്സ്ഡ് ആയി. അപ്പൊ ഒരിക്കലും നമുക്ക് ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് നമുക്ക് ഒരിക്കലും ഇവിടെ വരുമ്പോഴത്തേനും മറ്റേ പൊട്ട് മേടിച്ചേക്കാം, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സൽ പോയിന്റ് എന്ന് പറയാനായിട്ട് നമുക്കൊന്നുമില്ല. പിന്നെ ആകെ നമുക്കൊരു പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു റേഞ്ചിന്റെ ഫോർമേഷൻ, അതായത് മൾട്ടിപ്പിൾ ടൈംസ് റിവേഴ്സൽ വന്ന ലെവല്. പക്ഷെ നമുക്ക് ഒരിക്കലും ഇവിടെ വന്നിട്ട് ഇത്രയും കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ഒരു റെഡ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം വീണ്ടും ഇവിടുന്ന് മേലോട്ട് പോകുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചാടിക്കറി ഒരിക്കലും ഇവിടുന്ന് റിവേഴ്സ് ആവും അല്ലെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് പൊട്ട് മേടിക്കാനും പറ്റത്തില്ല. അപ്പം 9:30 നമ്മളെ സംബന്ധിച്ച് ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡറെ സംബന്ധിച്ച് ഒരു ഓപ്ഷൻ ബൈയിങ് ഒരു എൻട്രി നമുക്ക് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ നടന്നിട്ടില്ല. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു. PDL വന്നപ്പോഴത്തേനും ജസ്റ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടൊന്ന് ബൗൺസ് ചെയ്യാൻ നോക്കി. വീണ്ടും അടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് റെഡ് ക്യാൻഡിലോട് കൂടി വീണ്ടും PDL ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെയാണ് നമുക്ക്, അതായത് ഇവിടെ തൊട്ട് നമ്മൾ അലേർട്ട് ആവേണ്ട സമയമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത്, അതായത് PDL ബ്രേക്ക് ഔട്ട് ചെയ്ത് മേലോട്ട് കയറിപ്പോയി, PDL സപ്പോർട്ട് എടുക്കാൻ നോക്കി, പക്ഷെ ആ PDL വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി, അതായത് ഇവിടെ ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റിലോട്ട് കയറുവാണ്. അപ്പൊ നമ്മൾ അലേർട്ട് ആവുകയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾ പുട്ട് സൈഡിലോട്ടുള്ള എൻട്രി ആണ് നമ്മൾ നോക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ PDL ബ്രേക്ക് ഡൗൺ ആയി. കാരണം ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ആയിരുന്നു PDL. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1, 2, 3 ദിവസങ്ങളിൽ 3 പ്രാവശ്യമായിട്ട് സപ്പോർട്ട് എടുത്ത ലെവലാണിത്. അപ്പം ആദ്യം ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് അത് സപ്പോർട്ട് തിരിച്ചു പിടിച്ചു, വീണ്ടും അവിടെ സപ്പോർട്ട് എടുക്കാൻ നോക്കി, പക്ഷെ അത് ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ നമ്മൾ അലേർട്ട് ആവുകയാണ്, അതായത് PE സൈഡിലോട്ട് നമുക്ക് അലേർട്ട് ആവുകയാണ്. അപ്പൊ നമുക്ക് എവിടെയാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്, അപ്പോഴും നമുക്ക് PDL ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു എൻട്രി എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഇതുവരെ കിട്ടിയിട്ടുമില്ല. പക്ഷെ നമുക്കൊരു PE സൈഡിലോട്ട് എൻട്രി എടുക്കാമെന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻ നമുക്ക് ഏകദേശം കിട്ടുന്ന ഒരു സമയമാണ് ഈ PDL ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു എൻട്രി എപ്പോൾ എടുക്കണം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ട്രിഗർ ആയിട്ടില്ല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓപ്പണിങ്ങിന്റെ 5 മിനിറ്റിലെ ഗ്രീൻ ക്യാൻഡിലെ ലോ ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്, അതായത് ഈ PDL ബ്രേക്ക് ഡൗൺ ചെയ്തെങ്കിലും ഈ ലോ, അതായത് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ലെവലിൽ നിന്നാണ് ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് ഓപ്പണിംഗിൽ ഒരു ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പം വീണ്ടും ഈ ലെവൽ വരുമ്പോഴത്തേനും ഇവിടുന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും ഒന്നുകൂടെ കയറിപ്പോകും. സംഭവിക്കാൻ പോകുന്ന ഒന്നെങ്കിൽ മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിരുന്നെങ്കിൽ സംഭവിക്കുന്നത് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇവിടെ മേളിലോട്ട് കയറിയിട്ട് ഇവിടെ PDL റീടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് ഇവിടെ സംഭവിച്ചില്ല. അതായത് ഈ ഒരു PDL റീടെസ്റ്റ് സംഭവിച്ചിട്ടില്ല. അതിന്റെ പകരം മാർക്കറ്റ് ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ലോയും കംഫർട്ടബിളി ബ്രേക്ക് ഡൗൺ ചെയ്തു. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തത്, അതായത് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഓപ്പണിംഗിൽ 5 മിനിറ്റ് ക്യാൻഡിൽ നടന്നെങ്കിലും വീണ്ടും ആ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്. അതായത് അതിനർത്ഥം ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നോർമലി നമ്മൾ ഗ്യാപ്പ് ഫില്ലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് റിവേഴ്സ്ഡ് ആവേണ്ടതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും ആ ഗ്യാപ്പ് ഫില്ലിങ് നടന്നെങ്കിലും ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് കഴിഞ്ഞിട്ട് ആ ലെവലും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സംഭവിക്കുകയാണ്. അതായത് നോർമലി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ചെയ്ത് പോകണം. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഗ്യാപ്പിന്റെ ലെവലിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു, അതായത് വീണ്ടും ഒരു നെഗറ്റിവിറ്റി. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ സപ്പോർട്ട്, ഈ ഗ്യാപ്പിന്റെ ഈ ഒരു ഫില്ലിങ്ങിന്റെ അവിടെ സപ്പോർട്ട് എടുക്കേണ്ടതിന് പകരം ആ ലെവൽ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തു. അതുകൂടാതെ ആ ലെവൽ എന്ന് പറയുന്നത് ഓപ്പൺ ഫിമിനിറ്റ് ക്യാൻഡിൽ ലോയും കൂടിയാണ്. അപ്പൊ നമുക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് ഇവിടെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. അതായത് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ലോയും ബ്രേക്ക് ഡൗൺ ചെയ്തു, അതുകൂടാതെ ഫില്ല് ചെയ്ത ഗ്യാപ്പ് വീണ്ടും ആ ലെവൽ ബ്രേക്ക് ചെയ്യുവാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ഈ സപ്പോർട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വീക്ക്നെസ് ഉണ്ടെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇത് സ്ട്രോങ് സപ്പോർട്ട് ആയിരുന്നെങ്കിൽ ഇവിടുന്ന് ഈ നിഫ്റ്റി ഇവിടുന്ന് ബൗൺസ് ചെയ്ത് വീണ്ടും മേളിലോട്ട് പോയേനെ. അത് സംഭവിച്ചില്ല. ഇപ്പം ഈ ലെവലും കൂടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു എൻട്രി ഇവിടെ ട്രിഗർ ആകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിന്റെ റീടെസ്റ്റ്. അതായത് ഈ ഒരു സമയത്ത്, അതായത് 10:45 ആയപ്പോഴത്തേനും നമുക്കൊരു ഒരു കോൾ ഓപ്ഷൻ, ഒരു പുട്ട് ഓപ്ഷൻ ബൈയുടെ ഒരു എൻട്രി നമുക്കൊരു ട്രിഗർ ആവുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് 23,400 പിയുടെ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ ഇതാണ് 23,400 പിയുടെ ചാർട്ട്. അപ്പം 23,400 പിയുടെ ചാർട്ട് ഞാനിപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലൂടെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാണാൻ പറ്റും. അതായത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിൽ ഞാനിപ്പോ കാണിച്ചതുപോലെ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലോ അവിടെ സ്പോട്ടിൽ ബ്രേക്ക് ചെയ്ത സമയം അതായത് 10:26 ആ സമയത്ത്, അതായത് ഇവിടെ 10:26 ആ ഒരു സമയത്ത് ഇത് 1 മിനിറ്റിലോട്ട് മാറ്റാം. ഇപ്പൊ എന്തായാലും കുറച്ചും കൂടെ സ്പോട്ട് ചാർട്ടിലും കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഇത് 10:26 ക്യാൻഡൽ, ഈ 10:26 ക്യാൻഡലാണ് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്തത്. അപ്പൊ നമ്മൾ പ്രീമിയം ചാർട്ട് നോക്കിയാലും ഈ 10:26 ക്യാൻഡൽ നമുക്ക് ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു പിയുടെ ചാർട്ടിൽ. അപ്പം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അതായത് എപ്പോഴൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ ലോങ് അപ്പർ വീക്കുള്ള ക്യാൻഡലുകളെ പ്രീമിയം ചാർട്ടിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഇപ്പം ഇതിപ്പോ കോൾ ഓപ്ഷന്റെ ചാർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ചാർട്ട് ആയിക്കോട്ടെ, ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഇതുപോലത്തെ ഒരു ലോങ് അപ്പർ വീക്ക് റിജക്ഷൻ ഉണ്ടായിട്ട് ആ ഒരു അപ്പർ വീക്കിനെയും കൂടെ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കോൾ ഓപ്ഷനിലോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിലോ ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് എൻട്രി ചെയ്തിരണം എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ലെവല്, അതായത് പുട്ടിന്റെ ചാർട്ടില് ഈ ഒരു ലോങ് അപ്പർ വീക്കിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് മേലോട്ട് പോയി. അപ്പൊ നമ്മൾ അലേർട്ട് ആയിരിക്കുക. പിന്നെ നമുക്ക് എൻട്രി ട്രിഗർ ആകുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിന്റെ റീടെസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്കൊരു എൻട്രി ട്രിഗർ ആകുന്നത്. അപ്പം ഇത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതായത് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത ഉടനെ നമ്മൾ ചാടിക്കയറി ഇവിടെ ഒന്നും പോയി നമ്മൾ എൻട്രി എടുക്കാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ എൻട്രി എടുത്ത് നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടും. അപ്പൊ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലോങ് അപ്പർ വീക്ക്, അതായത് പ്രീമിയം ചാർട്ട്, ഞാൻ പറയുന്നു പ്രീമിയം ചാർട്ടിൽ ഏറ്റവും ബെസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലോങ് അപ്പർ വീക്ക് ഉള്ള ഓപ്പൺ 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയുടെ റീടെസ്റ്റ് നടക്കുന്ന ലെവലാണ് നമുക്ക് ഏറ്റവും നല്ല നമുക്ക് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്പോട്ട് ചാർട്ട് നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാപ്പിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തു, പ്ലസ് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലോയും ബ്രേക്ക് ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീടെസ്റ്റിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അതായത് നമ്മുടെ പ്രീമിയം ചാർട്ടിൽ 23,400 പുട്ടിന്റെ ചാർട്ടില് റീടെസ്റ്റ് അവിടെ ഈ സ്പോട്ട് ചാർട്ടിൽ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പക്ഷെ ആ സമയത്ത് ഈ ഒരു സമയമായപ്പോഴത്തേനും നമ്മുടെ പ്രീമിയം ചാർട്ടിൽ അവിടെ റീടെസ്റ്റ് സംഭവിച്ചു. അപ്പം ഇപ്പൊ നിങ്ങളിപ്പം ഈ ഒരു സ്പോട്ട് ചാർട്ടിലാണ് നിങ്ങൾ ഈ ഒരു റീടെസ്റ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ എൻട്രി മിസ്സാവും. അപ്പം നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രീമിയം ചാർട്ടിൽ നിങ്ങൾ ആ ഒരു റീടെസ്റ്റ് കിട്ടുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ ധൈര്യപൂർവ്വം എൻട്രി എടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ സ്പോട്ട് ചാർട്ടിൽ ആ ഒരു റീടെസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റത്തില്ല. ഇത് മിസ്സാവും. കാരണം വെച്ചാൽ ഈ ഒരു സമയത്ത് ഇത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അടുത്തൊരു ക്യാൻഡലിൽ വീണ്ടും താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 141 എടുത്തു, ഈ ലെവൽ 141
നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടും? ഇപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 10 പോയിന്റൊക്കെ മേളിലോട്ട് പോകും. അപ്പൊ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലോങ് അപ്പർ വീക്ക് ഉള്ള ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റീടെസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവല്. അപ്പൊ നമ്മളിവിടെ ഇവിടെ നമ്മൾ ആലോചിച്ച് നിന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക്, അതായത് വീണ്ടും ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോവുമോ, അങ്ങനെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ഓപ്ഷൻ ബൈയിങ്ങിൽ. അപ്പം നമ്മൾ ഒരു സെറ്റപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ 2 കാര്യമുള്ളൂ. പിന്നെ ഒന്നെങ്കിൽ നമ്മൾ എൻട്രി എടുക്കണം, നമ്മൾ SL ഇട്ടുകൊണ്ട് നമ്മൾ എൻട്രി എടുക്കണം. ഒന്നെങ്കിൽ അവിടെ ടാർജറ്റ് ഹിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ടാർജറ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ SL അടിക്കും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെപ്പോഴും ഒരു പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകത്തേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ റീടെസ്റ്റുകൾ ഒന്ന് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അവിടെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഒരു 5 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും അത് തീരെ കുറവായിരിക്കും. ഒരു 6-7 പോയിന്റ് എങ്കിലും മാക്സിമം, അതിൽ കൂടുതൽ ഇടാൻ പാടില്ല. അത്ര ഇട്ടുകൊണ്ട് നമ്മൾ എൻട്രി എടുക്കുക. നമുക്ക് എത്ര പോയിന്റ് കിട്ടുമായിരുന്നു? അതായത് ഇപ്പൊ 123 അല്ലെങ്കിൽ 125 എടുത്തിരുന്നെങ്കിൽ നമുക്ക് വേണ്ട പോട്ടെ, നമുക്ക് 190 ഈ ഒരു ലെവലിൽ നമുക്ക് കവർ ചെയ്യായിരുന്നു. അതായത് ഏകദേശം 10:57 ആയപ്പോഴത്തേക്കും നമുക്ക് സ്പോട്ട് ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവല്, അതായത് ഈ ഒരു ഫോളിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എത്ര രൂപയാണ്? അതായത് നമ്മൾ 125 മേടിച്ചു 190. അതായത് ഏകദേശം നമുക്ക് 65 പോയിന്റോളം നമുക്ക് ഇവിടെ നമുക്ക് ഒരു മാർജിൻ കിട്ടുവാണ്, പ്രോഫിറ്റ് മാർജിൻ കിട്ടുവാണ്. അപ്പൊ നമ്മൾ മാക്സിമം ഒരു 6-7 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ 65 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര രൂപയായി? അതായത് ഏകദേശം 1:10 റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു അടിപൊളി ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു. അപ്പം ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഈ പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം ആ ഒരു ഫില്ലിങ്ങിന്റെ അവിടെ മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും ആ സെയിം ഡയറക്ഷനിൽ തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന സെറ്റപ്പാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ, അതായത് ഗ്യാപ്പുകൾ ഞാനിപ്പോ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണ്. അതായത് ഗ്യാപ്പിന്റെ ബോർഡേഴ്സ് എപ്പോഴും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ആ സപ്പോർട്ടിൽ നിന്നും അത് റിവേഴ്സ് ചെയ്യാം. ഇനി റിവേഴ്സൽ ചെയ്യാതെ ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഡയറക്ഷനിൽ തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണെന്നോട് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അതായത് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തു ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് പോകും. ഇനിയും ആ സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ, അതായത് ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആവും അല്ലെങ്കിൽ സപ്പോർട്ട് ആവും, ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാതെ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും താഴോട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിനർത്ഥം ആ ഡയറക്ഷനിൽ തന്നെ മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അപ്പം ഇത് നിങ്ങളുടെ ഇനിയുള്ള ട്രേഡിങ്ങിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതായത് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ നിൽക്കുന്നുണ്ടോ, അതോ വീണ്ടും, അതായത് മാർക്കറ്റ് ഇവിടെ താഴോട്ട് വന്നു, ഇവിടെ വന്നിട്ട് വീണ്ടും ആ ഒരു ഡയറക്ഷനിൽ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ വീക്ക്നെസ് ആണെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ഇനിയും ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവിക്ഷനോടുകൂടി നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് ഫില്ലിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആൻഡ് കണ്ടിന്യൂഷൻ സെയിം ഡയറക്ഷൻ എന്നുള്ള ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങളും ഇതൊന്നും ഒന്ന് ചാർട്ട് നിങ്ങളും ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനിയും ഇങ്ങനത്തെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അതായത് ഗ്യാപ്പ് ഫില്ലിങ്ങിൽ അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നുണ്ടോ, അതോ അവിടെ ആ ഫില്ല് ചെയ്തതിന് ശേഷം ആ റിവേഴ്സ് ആവാതെ അല്ലെങ്കിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കാതെ അവിടെ നിന്ന് വീണ്ടും അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തോട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പോവുകയാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.